ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 14-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് 15 പഠിക്കാം. ശ്ലോകം വായിക്കാം. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രചതുർഭുജഃ. 8 നാമങ്ങളാണുള്ളത്. ലോകാധ്യക്ഷഃ, സുരാധ്യക്ഷഃ, ധർമാധ്യക്ഷഃ, കൃതാകൃതഃ, ചതുരാത്മാ, ചതുർവ്യൂഹഃ, ചതുർദംഷ്ട്രഃ, ചതുർഭുജഃ. ഒരു പ്രാവശ്യം കൂടി പറയാം. ലോകാധ്യക്ഷഃ, സുരാധ്യക്ഷഃ, ധർമാധ്യക്ഷഃ, കൃതാകൃതഃ, ചതുരാത്മാ, ചതുർവ്യൂഹഃ, ചതുർദംഷ്ട്രഃ, ചതുർഭുജഃ. ഇതാണ് ഇത്. അപ്പോൾ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് ഓരോ നാമത്തിൻ്റെ അർത്ഥം നോക്കാം. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രചതുർഭുജഃ. 133 മുതൽ 140 വരെ ഉള്ള നാമങ്ങൾ. ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം. ലോകാധ്യക്ഷ, ആദ്യത്തെ നാമം. ലോകത്തിന് മുഴുവനും അധ്യക്ഷനായിരിക്കുന്നവൻ, അതായത് പ്രകൃതി പ്രധാനം എന്നതിൻ്റെ രൂപത്തിൽ ഭഗവാൻ 3 ലോകങ്ങൾക്കും നാഥനാണ്. അപ്പോൾ ഭഗവാൻ ജീവ ആത്മാക്കളുടെ പ്രവർത്തികളിൽ ഇടപെടുന്നില്ല. അധ്യക്ഷനെ എങ്ങനെ കാര്യപരിപാടി നടത്തുന്നുവോ അപ്രകാരം ഓരോന്നും അതിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രേരണയനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു. സാക്ഷി എന്ന 15-ാമത്തെ നാമം പിന്നെ ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ ഉപദ്രഷ്ടാനുമന്താച എന്നുണ്ട്. പിന്നെ സമീപത്ത് നിന്നെല്ലാം കാണുന്നു എന്നർത്ഥം. ഉപദ്രഷ്ട, ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, സമീപത്ത്, ദ്രഷ്ട എന്ന് പറഞ്ഞാൽ കാണുക. അപ്പോൾ സമീപത്ത് നിന്നെല്ലാം കാണുന്നു, അതാണ് ഉപദ്രഷ്ടാനുമന്താച എന്ന്. അത് കാണുകയും ചെയ്യുന്നു, അനുമോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അധ്യക്ഷൻ സഭ പിരിച്ചു വിടുന്നത് പോലെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ വാമനാവതാരത്തിൽ മഹാബലിയിൽ നിന്ന് 3 ലോകങ്ങളെയും അധികാരം, 3 ലോകങ്ങളുടെയും അധികാരം സ്വന്തമാക്കിയപ്പോൾ ലോകാധ്യക്ഷനായി എല്ലാവരും കണ്ടു എന്ന് പൗരാണികർ പറയുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് ലോകാധ്യക്ഷ. ലോക വ്യവഹാരങ്ങൾക്കെല്ലാം അധ്യക്ഷനായവൻ, സാക്ഷിയായവൻ എന്നർത്ഥം. അടുത്ത നാമം 134-ാമത്തെ നാമമാണ് സുരാധ്യക്ഷ. സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ, അവർക്ക് അധ്യക്ഷനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ അധ്യക്ഷൻ എന്നർത്ഥം. ഇതിൽ സുരേശ എന്ന നാമം കൊണ്ട് 85-ാമത്തെ നാമത്തിൽ നമ്മൾ ദേവന്മാരായ ലോകപാലകന്മാരെ സൃഷ്ടിക്കുന്നതിന് കാരണവും അവരും ജീവികളുമായുള്ള ബന്ധം വഴി സ്ഥാപിച്ച കാര്യവും എല്ലാം പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രവൃത്തി, അതായത് ലോകക്ഷേമത്തിനായി കാലചക്രത്തിൽ വരുന്ന ഋതുക്കൾ ശരിയായി പ്രവർത്തിപ്പിക്കുക മുതലായ, അതായത് അത് ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് സാക്ഷിയായി വർത്തിക്കുന്നു. ദൈത്യന്മാരിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ആപത്തുകളിൽ നിന്നെല്ലാം മഹാവിഷ്ണു, ദേവന്മാർ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുമ്പോൾ ഭഗവാൻ
അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഇന്ദ്രൻ, ബ്രഹ്മാവ് മുതലായ അധികാരികളായ ദേവന്മാർക്ക് അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ അവരുടെ അഹങ്കാരത്തെ ശമിപ്പിച്ച് നേരെയാക്കുന്നു. പിന്നെ കൂടാതെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ ശ്രേയസ്സിന് വിപരീതമായ നികൃഷ്ട ചിന്തകൾ ആകുന്ന ദൈത്യന്മാർ, നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാർ നമ്മെ ആക്രമിക്കുമ്പോൾ സുരാധ്യക്ഷനായ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഭഗവാന് പേര് സുരാധ്യക്ഷ, ദേവന്മാരുടെ അധ്യക്ഷൻ. അടുത്ത നാമാണ് ധർമാധ്യക്ഷ, ധർമ്മത്തിൻ്റെ മേലാള്, ധർമ്മരക്ഷകൻ. 101 നാമം, 112 നാമം, 113 നാമങ്ങൾ. വൃഷാകപി, വൃഷാകർമ്മ, വൃഷാകൃതി. ഇതിൽ നിന്നെല്ലാം ഭഗവാന്റെ ധർമ്മമനുസരിച്ച് അനുഗ്രഹങ്ങൾ നൽകുന്നത് ഭഗവാൻ തന്നെയാണെന്നും ധർമ്മനിഷ്ഠനാണ് ഭഗവാനെന്നും ധർമ്മസ്വരൂപനാണെന്നും ഒക്കെ കാണിക്കുന്നു. അപ്പോൾ ഈ നാമം ധർമ്മ അധ്യക്ഷ രൂപത്തിൽ ഭഗവാൻ സൃഷ്ടികളുടെ സ്വഭാവാനുകൂലമായ പ്രവർത്തികളെ സാക്ഷിയായി വിശകലനം ചെയ്തവർക്ക് അനുഗുണമായ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ ഫലം പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് ധർമാധ്യക്ഷ, ധർമ്മങ്ങളുടെയും അധർമ്മങ്ങളുടെയും അധ്യക്ഷൻ എന്ന പേര്. അടുത്ത നാമം 136 നാമം കൃതാകൃത, കൃതവും അകൃതവും. കൃതം എന്ന് പറഞ്ഞാൽ വ്യക്തം, അകൃതം എന്ന് പറഞ്ഞാൽ അവ്യക്തം. അപ്പം വ്യക്തവും അവ്യക്തവുമായവൻ എന്ന് ഭഗവാൻ കാര്യവും കാരണവുമായി വർത്തിക്കുന്നു. വിശ്വം എന്ന 1 നാമത്തിൽ വിശ്വം കാര്യവും അത് തന്നെ കാരണമായ ഭഗവാനും ആണെന്ന് കണ്ടു. കാര്യത്തിൻ്റെ രൂപത്തിൽ പ്രപഞ്ച സൃഷ്ടി നടത്തിയ ഭഗവാൻ കൃതവും കാരണത്തിൻ്റെ രൂപത്തിൽ പരമാത്മാവുമായി അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മം അകൃതവുമാകുന്നു. അപ്പോൾ അകൃതം സ്വയംഭൂവും നിത്യവുമാകുന്നു. ഭഗവാൻ ലോകക്ഷേമത്തിന് കൃതമായും അകൃതമായും വർത്തിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് കൃതാകൃത. അടുത്ത നാമം ചതുരാത്മ. ചതുഹു എന്ന് പറഞ്ഞാൽ 4, ആത്മ എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെ. അപ്പം ചതുരാത്മ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ ഓരോന്നിനും 4 വീതം വിഭൂതിയായവൻ. ആരൊക്കെയാ? പരമാത്മാവായ മഹാവിഷ്ണു സൃഷ്ടി സങ്കല്പിച്ചു. അപ്പം ജീവൻ, കാലം, സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്ക് പൊതുവായി സൃഷ്ടിക്ക് ബ്രഹ്മാവും പ്രജാപതികളും, സ്ഥിതിക്ക് മഹാവിഷ്ണുവും മനുവും, സംഹാരത്തിന് രുദ്രനും യമനും, ഇങ്ങനെ പ്രത്യേകമായും ദൃശ്യമായി. അതുമെല്ലാം വിഷ്ണു തന്നെ. അപ്പോൾ വിഷ്ണു പുരാണത്തിൽ ചതുർമുഖ ബ്രഹ്മ, ദക്ഷൻ, മരീചി മുതലായ പ്രജാപതികൾ, കാലം, ജീവൻ എന്നിവ സൃഷ്ടിക്ക് കാരണമായ ഹരിയുടെ വിഭൂതികളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിതിക്ക് ഹേതുവായ വിഭൂതികൾ വിഷ്ണു, മനുക്കൾ, കാലങ്ങൾ എന്നീ വിഭൂതികളും മഹാവിഷ്ണുവിൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ സംഹാരത്തിന് രുദ്രൻ, കാലം, അന്തകൻ, സകല ജീവനും ജനാർദ്ദനൻ്റെ പ്രളയമുണ്ടാക്കുന്ന വിഭൂതികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു വിഷ്ണു പുരാണത്തിൽ. അപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, പരബ്രഹ്മം എന്നീ 4 ധ്യാന രൂപങ്ങൾ ഉള്ളവൻ ആണ് മഹാവിഷ്ണു. അതുകൊണ്ട് ചതുരാത്മാവിനെ വ്യാഖ്യാനിക്കുക, ചതുരാത്മാ എന്ന് ഭഗവാന് പേര്. ഇനി കൂടാതെ ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, തുരീയം എന്നീ അവസ്ഥകൾ നടത്തുന്ന ഹോത, അനുജ്ഞാത, അനുജ്ഞയിർ കർഷൻ, അവികൽപ്പൻ എന്നിവ മഹാവിഷ്ണുവിൻ്റെ വിഭൂതികൾ തന്നെയാണ്. അതുപോലെ നൃസിംഹോത്തരതാപിനിയിൽ അങ്ങനെ ഒരു സംഹിതയുണ്ട്, നൃസിംഹോത്തരതാപിനി എന്ന്, അതിലങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവസ്ഥാക്രമത്തിലാണെങ്കിൽ ജാഗ്രതാവസ്ഥ, അതായത് സ്ഥൂല ശരീരം, ജീവൻ, വിശ്വൻ, വിരാട് രൂപൻ എന്നൊക്കെ ഈശ്വരൻ,
ഹോതസ്വപ്നാവസ്ഥ സൂക്ഷ്മ ശരീര പ്രവൃത്തിയിൽ ജീവൻ, തൈജസൻ, സൂത്രാത്മാനുജ്ഞാത എന്നൊക്കെയും സുഷുപ്താവസ്ഥയിൽ കാരണശരീരം, അതിൽ ജീവൻ, പ്രാജ്ഞൻ, ഈശ്വരൻ, അനുജ്ഞൻ, അനുജ്ഞൈകർഷൻ, ഇങ്ങനെ 4 തരത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ചതുരാത്മാ എന്നും ഭഗവാന് പേരുണ്ട്. അപ്പോൾ ഭഗവാന്റെ പേര് ചതുരാത്മാ. അടുത്ത നാമം ചതുർവ്യൂഹ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടത്താനായി 4 വ്യൂഹങ്ങളായവൻ. ഒരു പ്രത്യേക പ്രവൃത്തി നടത്തുവാനായി പ്രാപിക്കുന്ന ശക്തിമത്തായ രൂപത്തെ വ്യൂഹം എന്ന് പറയുന്നു. അപ്പം കീർത്തിമാനായ ജനാർദ്ദനൻ തന്നെ 4 വ്യൂഹങ്ങളായി ചമഞ്ഞ് വാസുദേവാദികളായ മൂർത്തികളെ കൊണ്ട് സൃഷ്ടി, സ്ഥിതി മുതലായ കാര്യങ്ങൾ ചെയ്യിക്കുന്നുവെന്ന് വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. വ്യൂഹാത്മാനാം ചതുർത്ഥ വൈ വാസുദേവാദിമൂർത്തിഭിः സൃഷ്ട്യാദീൻ പ്രകരോത്യേഷ വിസ്തൃതാത്മജനാർദ്ദനഃ എന്ന്. അതായത് വാസുദേവൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നിവയാണ് ഈ രൂപങ്ങൾ. വാസുദേവൻ പരിപൂർണമായ ഐശ്വര്യവും വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം എന്നീ 6 ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ തന്നെയാണ്. ആ 6 ഭഗങ്ങൾ തികഞ്ഞവനായതിനാൽ ഭഗവാൻ എന്ന് ഭഗവാന് പേര്. ഇനി ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്യ ശ്രിയഃ ജ്ഞാനവിജ്ഞാനയോശ്ചേതി ഷഡാം ഭഗൈതീരിണ എന്ന് പറഞ്ഞാൽ മറ്റ് 3 വ്യൂഹങ്ങളുടെയും തലവനായി അവരുടെ സൃഷ്ടിസ്ഥിതി, സംഹാരം എന്നീ പ്രവർത്തികൾ വീക്ഷിക്കുന്നു. ഐശ്വര്യവും വീര്യവും ഭഗങ്ങളായുള്ള പ്രദ്യുപ്നൻ ബുദ്ധിതത്വത്തിൻ്റെ ദേവതയായി മോഹം ജനിപ്പിച്ച് പ്രജനനം സൃഷ്ടി നടത്തുന്നു. തേജസ്സും ശക്തിയും മുറ്റി നിൽക്കുന്ന അനിരുദ്ധൻ മനസ്തത്വത്തിൻ്റെ ദേവതയായി പ്രപഞ്ചത്തെ സംഹരിച്ച് മൂലതത്വത്തിൽ ലയിപ്പിക്കുന്നു. ഈ 4 വ്യൂഹങ്ങളും മഹാവിഷ്ണു തന്നെ. അതിനാൽ ഭഗവാന് പേര് ചതുർവ്യൂഹ. അടുത്ത നാമം 139ാമത്തെ നാമം ചതുർദംഷ്ട്രഹ. ഏത് അവതാരത്തിലാണ് ദംഷ്ട്രയുള്ളത്? നരസിംഹാവതാരത്തിൽ അല്ലേ? വരാഹാവതാരത്തിലും ഉണ്ട് തേറ്റ. അപ്പം നരസിംഹാവതാരത്തിൽ 4 ദംഷ്ട്രകൾ കണ്ടിരുന്നു. വരാഹമൂർത്തിക്ക് 4 ശൃംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചത്വാരി ശൃംഗാഹ എന്ന് ഋഗ്വേദ ശ്രുതിയിൽ പറയുന്നുണ്ട്. മഹാവിഷ്ണു തുരീയാതീതനായി, തുരീയൻ എന്നുള്ള അവസ്ഥയ്ക്ക് അതീതനായി ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയമെന്ന 4 മഹിമകളായി കാണിക്കുന്നു. മാണ്ഡൂക്യോപനിഷത്തിൽ ചതുഷ്പാദ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നത് 4 ദംഷ്ട്രങ്ങളെന്നും വേദാന്തികൾ അഭിപ്രായപ്പെടുന്നു. അപ്പം ചതുർദംഷ്ട്രഹ എന്ന് ഭഗവാന് ചേരുന്ന പേര്. ഇനി ചതുർഭുജഹ. ഭുജം എന്ന് പറഞ്ഞാൽ കൈകൾ, 4 കൈകളുള്ളവൻ, ധർമ്മം നിലനിർത്തുന്നവനാണ് മഹാവിഷ്ണു. ശംഖ, ചക്രം, ഗദ, പത്മം എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്നു. ധർമ്മം നടത്താനാണ്. അപ്പം പരമശാന്തിയും പൂർണ്ണതയും നൽകുന്നതാണ് ശംഖനാദം. ശംഖു കൊണ്ട് സ്പർശിച്ചപ്പോൾ ബാലനായ ധ്രുവന് സർവജ്ഞാനവും ലഭിച്ചു എന്ന് ഭാഗവതം പറയും. നമ്മൾ ധ്രുവചരിതം പഠിച്ചതാണ് ഭാഗവതത്തിൽ. പാഞ്ചജന്യത്തിൻ്റെ ആഹ്വാനം ശ്രദ്ധിക്കാതെ നടക്കുന്നവരെ ആപത്തുകളുടെ രൂപത്തിൽ ഗദാഘാതം കൊണ്ട്, ഗദ കൊണ്ട് ശിക്ഷിക്കുന്നു. എന്നിട്ടും നേർവഴിക്കായില്ലെങ്കിൽ കാലചക്രം ഉപയോഗിച്ച് സംഹരിക്കുന്നു ഭഗവാൻ. ഇതെല്ലാം ചെയ്യുന്നത് പരമപദത്തിലെത്തുവാനാണെന്ന് കയ്യിൽ ധരിച്ചിരിക്കുന്ന പത്മം സൂചിപ്പിക്കുന്നു. കയ്യിലൊരു താമരയുണ്ട്, ആ താമര സൂചിപ്പിക്കുന്നു. അപ്പോൾ പുരുഷാർത്ഥങ്ങളായ ധർമ്മ, അർത്ഥ, കാമമോക്ഷങ്ങളെയാണ് ഇവ കാണിക്കുന്നതെന്നും പറയുന്നു. വേദാന്തികളുടെ അഭിപ്രായം അന്ധകരണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവ പ്രവർത്തിക്കുന്ന ചിത്തത്തിൽ അധിഷ്ഠാനനായ മഹാവിഷ്ണു എന്നും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം ഒന്ന് നോക്കാം എന്താണെന്ന്. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രശ്ചതുർഭുജഃ. ഇത് മുഴുവനും ഒന്നിച്ചായിട്ട് ചതുർവ്യൂഹഃ, ചതുഹു വ്യൂഹഃ, ചതുഹു ദംഷ്ട്രഃ, ചതുഹു ഭുജഃ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നതാണ് ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രശ്ചതുർഭുജഃ എന്ന്. അപ്പോൾ ഈ രകാരം വരുന്നത് ആ വിസർഗത്തിൻ്റെ കൂടെ ഓരോ അക്ഷരങ്ങൾ വരുമ്പോൾ രകാരം ഇറൊക്കെ വരും. അതാണ് ഇവിടെ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രശ്ചതുർഭുജഃ എന്ന് ഇങ്ങനെയും വായിക്കാം, വിസർഗം ചേർത്ത് പിരിച്ചതിന് ശേഷം. അപ്പം ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രശ്ചതുർഭുജഃ. ലോകവ്യവഹാരങ്ങൾക്ക് സാക്ഷിയും. അതിനു മുമ്പ് നമുക്ക് ലോക അധ്യക്ഷൻ ആരാന്ന് നോക്കാം. ഇതിൽ പറഞ്ഞ ഒറ്റ വാക്കിൽ ലോകാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ലോകവ്യവഹാരങ്ങൾക്ക് സാക്ഷി, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായവൻ ലോകാധ്യക്ഷൻ. സുരാധ്യക്ഷൻ ലോകപാലകന്മാരായ ദേവന്മാർക്ക് രക്ഷ നൽകുന്നു. അപ്പം ലോകപാലകന്മാരായ ദേവന്മാർ ലോകരക്ഷണം ശരിയായി ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നവനാണ് സുരാധ്യക്ഷൻ. സുരന്മാർ ദേവന്മാർ. ധർമാധ്യക്ഷ അടുത്ത നാമം. ധർമ്മത്തെയും അധർമ്മങ്ങളെയും വേർതിരിച്ചറിഞ്ഞ് ജീവികൾക്ക് പാപപുണ്യ ഫലങ്ങൾ കൊടുക്കുന്നവനാണ് ധർമാധ്യക്ഷ. അടുത്ത നാമം കൃതാകൃതഃ. കൃതനും അകൃതനും. കൃതം സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചമായും സൃഷ്ടികർത്താവായും ഒരേ സമയം വർത്തിക്കുന്നവൻ. കൃതനും അകൃതനുമായി ഒരേ സമയം പ്രവർത്തിക്കുന്നവൻ. അടുത്ത നാമം ചതുരാത്മാ. ചതുഹു 4 ആത്മാ. 4 ആത്മാ, അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ പരബ്രഹ്മം എന്ന് 4 വിഭൂതികളുള്ളവൻ. അടുത്ത നാമം ചതുർവ്യൂഹഃ. സൃഷ്ടി നടത്തുവാൻ പ്രദ്യുപ്നായും രക്ഷ ചെയ്യുവാൻ അനിരുദ്ധനായും സംഹാരത്തിന് സംഘർഷണനായും ഇവരെ എല്ലാം നിരീക്ഷിക്കാൻ വാസുദേവനായും 4 മൂർത്തികളായിരിക്കുന്നവൻ ഭഗവാൻ. അതുകൊണ്ട് ചതുർവ്യൂഹൻ എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം ചതുർദംഷ്ട്രഃ. ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ തേറ്റപ്പല്ല്, കോമ്പല്ല് എന്നൊക്കെ അർത്ഥം. അപ്പം 4 തേറ്റപ്പല്ലുകളുള്ള നരസിംഹ രൂപത്തോടു കൂടിയവൻ എന്ന് ഭഗവാന് പേര്. അടുത്തത് ചതുർഭുജഃ. ഭുജം എന്ന് പറഞ്ഞാൽ കൈയാണ്, ചതു എന്ന് പറഞ്ഞാൽ 4. അപ്പം 4 കൈകളോട് കൂടിയവൻ. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയേന്തിയ 4 കൈകളോട് കൂടിയവൻ എന്നർത്ഥം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണ അർത്ഥം, മുഴുവൻ അർത്ഥം എന്താണെന്ന് ഒന്ന് നോക്കാം. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രശ്ചതുർഭുജഃ. ലോകവ്യവഹാരങ്ങൾക്ക് സാക്ഷിയും ലോകപാലന്മാർ ശരിയായി ലോകരക്ഷണം ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നവനും ധർമ്മ അധർമ്മങ്ങൾ വിവേചിച്ചറിഞ്ഞ് പുണ്യപാപങ്ങൾ തീരുമാനിക്കുന്നവനും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചമായും സൃഷ്ടികർത്താവായും ഒരേ സമയം വർത്തിക്കുന്നവനും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ പരബ്രഹ്മം എന്ന് 4 വിഭൂതികളുള്ളവനും സൃഷ്ടി നടത്തുവാൻ പ്രദ്യുപ്നനും രക്ഷ ചെയ്യുവാൻ അനിരുദ്ധനും സംഹാരത്തിന് സംഘർഷണനും ഇവരെ എല്ലാം നിരീക്ഷിക്കാൻ വാസുദേവനും ഇങ്ങനെ 4 മൂർത്തികളായി സ്വയം മാറുന്നവനും 4 തേറ്റപ്പല്ലുകളുള്ള നരസിംഹമൂർത്തിയും ശംഖ് ചക്ര ഗദാ പങ്കജങ്ങൾ വഹിക്കുന്ന 4 കൈകളുള്ളവനും മഹാവിഷ്ണു തന്നെ. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ട്രശ്ചതുർഭുജഃ.
അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.